ഞാൻ പോയൊരു വീട്ടിൽ ഓട്ടോറിക്ഷയുടെ അടിയിൽ പട്ടിയെ കെട്ടിയിരിക്കുകയായിരുന്നു. പട്ടി ഞാൻ കണ്ടതുമില്ല, പട്ടി ചാടി കടിക്കാൻ വന്നു. നോക്കി വേണം, ഓട്ടോറിക്ഷയുടെ കമ്പിയിലാണ് പട്ടിയുടെ കയർ കെട്ടിയിരിക്കുന്നത്. ഇതൊരു വീട്ടിൽ. അപ്പൊ ഇങ്ങനെയായിരുന്നു അന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് വാങ്ങിയത്. ഇവിടുത്തെ ഒരു സ്ഥാപനം കൂട്ടലിന്റെ വക്കിലായിരുന്നു. അപ്പൊ ആ സ്ഥാപനത്തിലേക്കാണ് ഈ പണം പോയിട്ടുള്ളത്. ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. ആ സ്ഥാപനം എനിക്ക് ഇപ്പോൾ ഓട്ടോറിക്ഷ ഉണ്ടാക്കാൻ അവസാനിപ്പിച്ചു. ഉണ്ടാക്കിയിട്ട് ഓട്ടോറിക്ഷ വെളിയിൽ ഓടാൻ പറ്റാത്തതുകൊണ്ട് പറ്റുന്ന സ്ഥലത്ത് കൊടുത്തു തീർത്തിട്ട് സ്ഥാപനം ഇപ്പോൾ ഓട്ടോ നിർമ്മിക്കുന്നത്, അതോടുകൂടി ഓട്ടോ നിർമ്മിക്കുക അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഓട്ടോറിക്ഷ പലയിടത്തും സ്മാരകമായിട്ട് കിടപ്പുണ്ട്. അന്ന് ചോദിച്ചുകൊണ്ട് മാത്രമേ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് പോകില്ലായിരുന്നു. അതിൽ പോരായ്മയുണ്ട്. ഞാനതാ പറഞ്ഞത്. അതിൽ കഴിഞ്ഞ ദിവസം അതിന്റെ മോണിറ്ററിംഗ് ടീമിനെയൊക്കെ വിളിച്ചിരുന്നു. 48 മണിക്കൂറിന് മുൻപും കൂടുതലും അണഞ്ഞു കിടന്ന സ്ഥലങ്ങളുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്ര സ്ഥലത്താണ്, എവിടെയൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി രേഖാമൂലം തരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്കത് ചോദിക്കേണ്ടത്. അദ്ദേഹം കൈവച്ചില്ലായിരുന്നെങ്കിൽ ഈ വിളപ്പിൽശാല ഇങ്ങനെ ആവില്ലായിരുന്നു. ഈ മാലിന്യ സംസ്കരണ അവതാളത്തിലായത് അദ്ദേഹത്തിന്റെ ബുദ്ധിയാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധിയെന്നോ ബുദ്ധിശൂന്യതോ എന്നോ പറയാം. അദ്ദേഹം തന്നെ ഞങ്ങൾ ഇന്നൊരു മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്, ഹൈദരാബാദിൽ നന്നായിട്ട് നടക്കുന്ന ഒരു പ്രോജക്റ്റ് ഇവിടെ നിന്നും ട്രെയിനിൽ വിളപ്പിൽശാലക്കാരെയും ഇവിടെയുള്ള ആൾക്കാരെയും ഉദ്യോഗസ്ഥരെയും കൌൺസിലർമാരെയൊക്കെ അദ്ദേഹം തന്നെ നേതൃത്വം കൊടുത്ത് കൊണ്ട് കാണിച്ച് വിജയകരമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നടപ്പിലാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പൊളിഞ്ഞുപോയി. ആരുടെ കുഴപ്പം? ഹൈദരാബാദിലെ പദ്ധതി നടക്കുന്നുണ്ടല്ലോ. പദ്ധതിയുടെ കുഴപ്പമല്ല, ഇവിടെ മാലിന്യം ഇല്ലാത്ത പ്രശ്നമല്ല, നടപ്പിലാക്കിയ ഭരണാധികാരിയുടെ വികലമായ കാഴ്ചപ്പാടാണ്. ഇന്ന് വിളപ്പിൽശാല എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഭയത്തോടെയാണ് കാണുന്നത്. ആ ഒരൊറ്റ പ്രോജക്ട് അവതാളത്തിലായതോടുകൂടിയാണ് കേരളത്തിൽ വേസ്റ്റ് മാനേജ്മെന്റ് മുഴുവൻ തകടം പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞയാൾ തിരുവനന്തപുരത്ത് മാത്രമല്ല പ്രതിസന്ധി ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ വികലമായ ചിന്താഗതി, ഇൻഎഫിഷ്യൻസി, കാഴ്ചപ്പാടില്ലായ്മ കേരളത്തെ മുഴുവനും ഭയപ്പാടിലാക്കിയിട്ടുണ്ട്. അത് പരിഹരിക്കാൻ തുടർച്ചയായിട്ട് വന്ന ഭരണസമിതികൾക്ക് സാധിച്ചൊന്നുമില്ല. സാധിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ വരില്ല. എന്തായാലും തിരുവനന്തപുരം പട്ടണത്തിൽ ഇവിടെ നിലവിലുള്ള സിസ്റ്റം വെച്ച് ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചെയ്യുന്നുണ്ട്. ഗാർബേജ് കൂടിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഇവിടുത്തെ സിസ്റ്റം. ആ സിസ്റ്റം റെക്ടിഫൈ ചെയ്യാനുള്ള പരമാവധി പരിശ്രമങ്ങൾ നടത്തുകയാണ്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാം, ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഈ ഭരണസമിതി കണ്ടിരിക്കും.